എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് ക്ലിപ്പറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ഡിഫറെൻറ്റ് ക്ലിപ്പേഴ്സ് സീരീസിൽ തന്നെ നമുക്കറിയാം. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് അൺബയാസ്ഡ് അല്ലെങ്കിൽ ബയാസിങ് ഒന്നുമില്ലാതെ പോസിറ്റീവ് ക്ലിപ്പർ മാത്രം പഠിച്ചു. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് ലെവലിട്ട് പോസിറ്റീവ് വോൾട്ടേജ് പഠിച്ചു. പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് ലെവലിട്ട് മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് പഠിച്ചു. ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പറിൽ നമ്മൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ വേവ് ഫോം, അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷണ്ട് ക്ലിപ്പറിനെ കുറിച്ചിട്ടാണ്. സോ ഷണ്ട് ക്ലിപ്പർ. ഓക്കെ, അപ്പം ഇത് ഏതാണ് ക്ലിപ്പർ എന്നുള്ളത് നോക്കാം. ഷണ്ട് ക്ലിപ്പറാണ്. കാരണം എന്താണ്, നമ്മുടെ സർക്യൂട്ട് ഞാൻ മാറ്റിയൊന്ന് വരയ്ക്കുകയാണ്. റെസിസ്റ്റർ, ഡയോഡ്, ഇങ്ങനെയാണ് ശരിയായ സർക്യൂട്ട് വരിക. ലോഡ് റെസിസ്റ്റർ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ ഉണ്ടാവും. ആ ലോഡ് റെസിസ്റ്ററിന് പാരലായിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് എലിമെന്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഷണ്ട് ക്ലിപ്പർ എന്ന് പറയുക. ഷണ്ട് ക്ലിപ്പർ. ക്ലിപ്പിംഗ് എലിമെന്റ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററിനെ പാരലായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ നോക്കാം, നമുക്ക് ഇത് ഏത് ക്ലിപ്പർ ആണെന്നുള്ളത് നോക്കാം. പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ നോക്കാം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുക. സോ ഡയോഡ് എന്താവും, ഫോർവേഡ് ബയസ് ആവും അല്ലേ. ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ ഇതെന്താവും, ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു വയർ പ്ലേസ് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. സോ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഐഡിയൽ കേസ് ആണെങ്കിൽ അതിന് ക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ്. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ നമുക്കറിയാം I/R എന്ന് പറയുന്നതാണ് വോൾട്ടേജ് ഡ്രോപ്പ് വരിക. സോ R 0 ആണെങ്കിൽ വോൾട്ടേജ് എന്താവും, 0 ആവും. ഓക്കെ, സോ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസിൽ 0 ആയിരിക്കും. ഐഡിയൽ കേസിൽ 0 ആയിരിക്കും. പ്രാക്ടിക്കൽ കേസിൽ 0.7 വോൾട്ടേജ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് 0.7 വോൾട്ടേജ് ഉണ്ടാവും പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ഡ്യൂറിങ് ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഇതിനെ ക്രോസ് ആയിട്ട് ഒരു 0.7 വോൾട്ടേജ് ഉണ്ടാവും. ആ 0.7 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെൻ Vin is greater than 0, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Vout equal to 0 ആണ്. ഐഡിയൽ കേസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വെൻ Vin ലെസ് ദാൻ 0 എന്താ വരിക, Vout equal to Vin. കാരണം എന്താ, ഇവിടെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പോസിറ്റീവ് എന്നാണ് എടുക്കുക. സോ ഡയോഡ് റിവേഴ്സ് ബയസ് ആവും. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഈ ഒരു കേസ് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണോ ഉള്ളത്, ഇപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണുള്ളതെങ്കിൽ അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഹാഫ് സൈക്കിള് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. Vന് 0-നേക്കാൾ കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആകുന്നു, കാരണം ഫോർവേഡ് ബയസ് ആണ്. വെൻ Vin is less than 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ഇത് എന്ത് പറയാം, നമുക്ക് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്കിവിടെ ഏത് ഔട്ട്പുട്ടാണ് കട്ടാവുന്നത്, ഫോർവേഡ് ബയസ് ആകുമ്പോഴുള്ള വേവ് ഫോം ആണ് കട്ടാവുന്നത്. അതേതാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അല്ലേ. സോ ഇത് നമുക്ക് പറയാം പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ എന്ന് പറയാം. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ.
അല്ലേ? പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പ്, പോസിറ്റീവ് പോർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഐഡിയൽ കേസിൽ 0-നേക്കാൾ കൂടുതൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പ്രാക്ടിക്കൽ കേസ് ആകുന്ന സമയത്ത് ഇവിടുത്തെ വി ഔട്ട് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആണ് ഉണ്ടാവുക. ഇൻപുട്ട് 0.7-നേക്കാൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കാം പ്രാക്ടിക്കൽ കേസിൽ. അല്ലാത്ത കേസിൽ നമുക്ക് ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോം നോക്കുക. എന്താണ് ഔട്ട്പുട്ട് വേവ് ഫോം? നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? ഈ ഒരു വേവ് ഫോം മാത്രമേ കാണുള്ളൂ. പക്ഷെ അല്ല, ഇവിടെ എന്തുണ്ട്? ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമ്മുടെ ഇൻപുട്ട് ഹാഫ് സൈക്കിളും ഈക്വൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ഓവർലാപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേവ് ഫോം ഇങ്ങനെയാണ് കാണുക. ഈ രീതിയിലാണ് വരിക. ഓക്കെ, നമ്മൾ ഓവർലാപ്പ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലെവലൊന്ന് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ 5 വോൾട്ടേജും 5 വോൾട്ടേജാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ഞാൻ റേഞ്ച് ഒന്ന് മാറ്റി. ഇവിടെ നമ്മൾ 10 വോൾട്ടേജ് എടുത്തു. സോ ഇവിടെ 5 വോൾട്ടേജ് എടുത്തു. അപ്പോൾ എന്തായി? ഈ വോൾട്ടേജ് നിങ്ങൾക്ക് കാണാം. ഇത് ചാനൽ ബി, ചാനൽ എ എന്ന് പറയുന്നത് 10 വോൾട്ട് പെർ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ ചാനലിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് എത്ര വോൾട്ടേജ് ആണ്? 10 വോൾട്ടേജ് ആണ്. ഇവിടെ 5 വോൾട്ടേജ്. ഓക്കെ, ഇവിടെ 5 വോൾട്ട്. അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു കേസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ നമുക്ക് ഓവർലാപ്പഡ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. അതായത് ഈ വേവ് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വോൾട്ട് പെർ ഡിവിഷൻ ഒന്ന് മാറ്റിയത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 0.7 വോൾട്ടേജും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് കിട്ടിയത് കാണാം. ഓക്കെ, രണ്ടും സെയിം വോൾട്ടേജിനാണ്, ബട്ട് 2 വോൾട്ട് പെർ ഡിവിഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, നോക്കാം ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരക്കുക? വെൻ വി ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 വോൾട്ട്, ഔട്ട്പുട്ട് എന്താണ്? വി ഔട്ട് ഈക്വൽ ടു 0. വെൻ വി ഇൻ ലെസ് ദാൻ 0, വി ഔട്ട് ഈക്വൽ ടു വി ഇൻ. ഇവിടെ നമ്മൾ 0ക്ക് പകരം 0.7 എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? വി ഔട്ട് ഈക്വൽ ടു 0.7 വോൾട്ടേജ്. അഗെയിൻ ഇവിടെ എന്താണ്? വി ഔട്ട് ഈക്വൽ ടു വി ഇൻ ആണ് വരിക. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടുന്നു. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു വേവ് കാണാം, ഇവിടെ ഒരു ലീനിയർ വേവ് കാണാം. എന്താ സംഭവം എന്ന് വെച്ചാൽ 0.7 വോൾട്ടേജ് വരെ ഡയോഡ് ഫോർവേഡ് ബയസ് ആയില്ല. ഓക്കെ, കാരണം ഫോർവേഡ് ബയസ് ആണെങ്കിൽ 0.7 വോൾട്ടേജ് വേണം അല്ലേ, അല്ലെങ്കിൽ 0.6 വോൾട്ടേജ് വേണം. അതുവരെ ഡയോഡ് ഫോർവേഡ് ബയസ് അല്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലീനിയർ. അതിനുശേഷം ഡയോഡ് എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നു. സോ നമുക്ക് 0.7 വോൾട്ട് കിട്ടും. അല്ലാത്ത കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ടാണ് കിട്ടുക. സോ ഇവിടെ നോക്കുക, നിങ്ങൾ നേരത്തെ നമ്മൾ സീരീസ് ക്ലിപ്പറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെയല്ല. ഇവിടെ 5 വോൾട്ടേജ് ആണ് പീക്കെങ്കിൽ ഇവിടെ നമുക്ക് 5 വോൾട്ടേജ് ആണ്. സോ ഇവിടെ എക്സാക്റ്റ് ആയിട്ട് 5 വോൾട്ടേജിലാണ് ഇന്റർസെക്ട് ചെയ്യുക.
നേരത്തെയൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു സീരീസിൽ, കാരണം ഡയോഡിൻ്റെ ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിൽ വരില്ല, കാരണം നെഗറ്റീവ് ഓഫ് സൈക്കിളിൽ ഡയോഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫുൾ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് 2.4 വോൾട്ടേജിൽ 2.4 വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതിൽ നെഗറ്റീവ് കാഥോഡിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഓൾറെഡി റിവേഴ്സ് ബയസ് ആണ്. ഓക്കെ, സോ റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അപ് ടു 2.4 വോൾട്ടേജ് വരെ, ഐഡിയൽ കേസാണ് ഞാൻ പറയുന്നത്, അപ് ടു 2.4 വോൾട്ടേജ് വരെ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. ഓക്കെ, 2.4 വോൾട്ടേജിന് ശേഷം ഡയോഡ് എന്താവും? ഡയോഡ് ഫോർവേഡ് ബയസ് ആവും അല്ലേ? ഇവിടെ സപ്പോസ് ഇവിടെ ഒരു ഐഡിയൽ കേസാണ് പറയുന്നത്, 2.5 വോൾട്ടേജ് വന്നിരിക്കുക. ഇവിടെ എന്താണ്? 2.4 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. ഐഡിയൽ കേസിലാണ്. നമ്മൾ ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും കൺസിഡർ ചെയ്യില്ല. സോ 2.4ന് മുകളിൽ വരികയാണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇതൊരു വയറായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സെല്ല് കാണാം. ഇപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും കിട്ടുക? 2.4 വോൾട്ടേജ് ആണ്. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ 2.4 വോൾട്ടേജ് ആണ് കിട്ടുക. ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പറയാം, ഐഡിയൽ കേസ് ആണെങ്കിൽ when Vin is greater than 2.4 voltage, Vout equal to 0. Sorry, when Vin is greater than 2.4 voltage, then Vout equal to 2.4 volt. When Vin is less than 2.4 volt, Vout equal to Vin. ഇത് നമ്മൾ പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണെങ്കിൽ Vin is greater than 3 voltage, കാരണം ഡയോഡിൻ്റെ ഡ്രോപ്പ് കൂടി കൺസിഡർ ചെയ്യുന്നു. Vout equal to 2.4 plus 3 voltage. Then Vin less than 3 voltage, Vout equal to Vin. ഇതാണ് പ്രാക്ടിക്കൽ കേസ് വരിക. നോക്കാം, ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇതാണ്, പോസിറ്റീവ് നെഗറ്റീവ് പീക്ക്, പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും അല്ലേ, 5 വോൾട്ടേജിലെ സിഗ്നൽ. ഔട്ട്പുട്ട് നോക്കുക, ഔട്ട്പുട്ടിൽ പോസിറ്റീവ് പാർട്ടിൽ എന്തുണ്ട്? ഇവിടുന്നാണ് കട്ടായി പോകുന്നത് അല്ലേ, ഇത്രയും പോർഷനാണ് കട്ടായി പോകുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 വോൾട്ടേജിലാണുള്ളത്, അറൗണ്ട് 3 വോൾട്ടേജിലാണ് കട്ടുന്നത് അല്ലേ, ശരിയല്ലേ? 2.4 പ്ലസ് 0.6 3 വോൾട്ടേജിൽ ആ ഡയോഡ് കട്ടായി പോകുന്നു. ഡയോഡല്ല, വേവ് ഫോം കട്ടായി പോകുന്നു. സോ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ ഇൻപുട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക അല്ലേ, ഇങ്ങനെയാണ് കിട്ടുക. അതാണ് ഇത് ഓവർലാപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് ഓഫ് സൈക്കിളിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ കഴിയാത്തത്. ഇതേപോലെയാണ് നമ്മളെ ഔട്ട്പുട്ട് വേവ് ഫോം വരിക. ഓക്കെ ഓക്കെ ദെൻ ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരിക? അപ്പോൾ വീന് ഇത് നോക്കിയാൽ മതി അല്ലേ, നമ്മൾ ഈ ഒരു കേസ് നോക്കിയാൽ മതി.
വി ഇൻ ഗ്രേറ്റർ ദാൻ 3 വോൾട്ട് ആണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു 3 വോൾട്ട്, വി ഇൻ ലെസ് ദാൻ 3 വോൾട്ട് ആണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു വി. നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. വെൻ വി ഇൻ ഇത് 5 വോൾട്ട് ആണ് ലെവല് അല്ലെ, പോസിറ്റീവ് 5 വോൾട്ട് ആണ്. 1 2 കഴിഞ്ഞ് 2.4 ബയസ് ചെയ്തിരിക്കുന്നത്. ആ 2.4 അറൗണ്ട് 3 ഡയോഡ് എന്തായി, ഫോർവേഡ് ബയസായി. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2.4 വോൾട്ടേജ് കിട്ടി, അല്ലെങ്കിൽ 2.4 അല്ല 3 വോൾട്ടേജ് കിട്ടി അല്ലെ. 2.4 പ്ലസ് 3 ഇതാണ് 3 വോൾട്ട് ലെവലിൽ കിട്ടി. ഓക്കെ, ദെൻ നെഗറ്റീവ് ഓഫ് സൈക്കിൾ എന്താണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ പോയിന്റിന് ശേഷം ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ അത്രയും പോർഷനിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ലീനിയർ റിലേഷൻ. ഓക്കെ, ഈ പോയിന്റ് മുതൽ ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഈ രീതിയിലാണ് കിട്ടുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാറ്റി കൊടുത്തിരിക്കുകയാണ്. നെഗറ്റീവിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓൾറെഡി ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, സോ എപ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആവുക, ഇവിടുത്തെ വോൾട്ടേജ് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ഇവിടെ -2.6 ആണ് വരിക. അപ്പോൾ ഈ -2.6 കൂടുതൽ വോൾട്ടേജ് ഇവിടെ വരുവാണെങ്കിൽ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയസ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക, ഇതിവിടെ ഷോർട്ടായ എഫക്റ്റ് ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -2.6 കിട്ടും, -2.6 വോൾട്ടേജ് ആണ് കിട്ടുക അല്ലേ. ഇപ്പോൾ ഡയോഡ് എപ്പോഴാണ് റിവേഴ്സ് ബയസ് ആവുക, ഈ -2.6 മോർ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ വരുമ്പോൾ അല്ലേ, ഈ പോർഷനിൽ വരുമ്പോൾ, അതായത് ആനോഡ് സൈഡിൽ മോർ നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ ഡയോഡ് എന്താവും, റിവേഴ്സ് ബയസ് ആവും. നോക്കുക, ഇതാണ് നമ്മളെ ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഇത്രയും പോർഷനിൽ, അതായത് പോസിറ്റീവ് 0 മുതൽ ഇത്രയും പോർഷനിൽ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയസ് ആണ്. ഇവിടുന്ന് മുതൽ ഈ പോയിന്റ് വരെ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ, ഫോർവേഡ് ബയസിൽ എന്ത് കിട്ടുന്ന ഞാൻ പറഞ്ഞ 2.6 വോൾട്ടേജ് ആണ് ഐഡിയൽ കിട്ടുക. ബട്ട് ഇവിടെ വരിക പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അറൗണ്ട് 2 വോൾട്ടേജ് ആണ് വരിക. കാരണം എന്തുകൊണ്ടാ, ഡയോഡിന്റെ ഡ്രോപ്പ് കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും പോർഷനിൽ ഡയോഡ് ഇവിടെ നോക്കുക, ഇത്രയും പോർഷനിൽ ഡയോഡിനെ ക്രോസ് ആയിട്ടുള്ള അപ്പോൾ ഇത്രയും പോർഷനിൽ ഡയോഡ് എന്തായിരിക്കും, ഫോർവേഡ് ബയസ് ആയിരിക്കും. ആ ഫോർവേഡ് ബയസ് ആവുന്നവരൊക്കെ നമുക്ക് കിട്ടുക ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും അല്ലേ. കാരണം സെൽ വോൾട്ടേജ് അല്ലേ അതിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് വോൾട്ടേജ്, ഈ വോൾട്ടേജ് ആണ് ഡിപ്പെൻഡ് ചെയ്യുക. 2.6ഉം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, അതാണ് നമുക്ക് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ കിട്ടുക. ദെൻ അതിനുശേഷം ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ എന്ത് കിട്ടും, ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇതാണ് നമ്മുടെ വേവ് ഫോം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുക. സോ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയസ് ആണ്. ഇവിടെ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡയോഡ് ഡ്രോപ്പും ഇവിടുത്തെ വോൾട്ടേജും കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരക്കാം, നമുക്ക് ഇങ്ങനെ വരക്കാം. വെൻ വി ഇൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എപ്പോഴാ, -2.4 അല്ലേ, ഐഡിയൽ കേസ് ആണ് പറയുന്നത്. വി ഇൻ എന്ന് പറയുന്നത് -2.4 കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, വി ഔട്ട് ഈക്വൽ ടു
ഐഡിയൽ കേസ് ആണെങ്കിൽ 2.4 അല്ല, ഇവിടെ 2.6 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2.6 വോൾട്ട് ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -2.6 വോൾട്ട് ആണ്. പ്രാക്ടിക്കൽ കേസ് അല്ല പറയുന്നത്, ഐഡിയൽ കേസ് ആണ്. അഗൈൻ വെയിൻ ലെസ് ദാൻ -2.6 ആണെങ്കിൽ വി ഔട്ട് ഈക്വൽ ടു വി ഇൻ. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കാണാൻ നിങ്ങൾക്കിവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഇതാണ് 5 വോൾട്ട് അല്ലേ. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടുന്ന് മുതൽ ഈ പോയിന്റ് വരെ ഔട്ട്പുട്ട് എന്താണ്? -2.6 ഓർ 3. നമ്മൾ ഐഡിയൽ കേസ് 3 ആണെങ്കിൽ 2.6 വോൾട്ടേജ് ആണ് വരിക. അതായത് പോസിറ്റീവ് പാർട്ടിൽ കംപ്ലീറ്റ് എന്താണ്? നെഗറ്റീവ് വോൾട്ടേജ് ആണ് അല്ലെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ്. അതായത് നമ്മൾ 0 മുതൽ 5 വരെ പീക്ക് പറയുകയാണെങ്കിൽ ഇത്രയും പോർഷനിൽ ഔട്ട്പുട്ട് എന്താണ്? -2.6 ആണ്. നോക്കുക, ഇവിടെ 0 അല്ലെ, 0 മുതൽ +5 വരെ ഔട്ട്പുട്ട് എന്താണ്? -2 അല്ലെങ്കിൽ 2 ആണ് വരിക അല്ലെ. കാരണം എന്താ? പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ എന്താ വരിക? ഇവിടുത്തെ ഡയോഡിന്റെ പൊസിഷൻ ഇങ്ങനെയാണ്. പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, ഇത് എത്രയാണ്? 2.6, ഇത് 0.6. അപ്പോൾ എന്താ പറയുക? 2 വോൾട്ടേജ് ആണ് ഇൻ എഫക്റ്റ് വരിക അല്ലെ, -2 വോൾട്ടേജ്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് 0, 1, 2 അല്ലേ. 2ലാണ് നമ്മളെ ലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവില് 5 വോൾട്ടേജ് ഒരു ഔട്ട്പുട്ട് എന്താണ്? -2 വോൾട്ടേജ് ആണ്. പിന്നെ അതിനുശേഷം എന്താവുന്നു? ഈ പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡയോഡ് എന്താവും? റിവേഴ്സ് ബയസ് ആവും. അതിനുശേഷം ഡയോഡ് എന്താവുന്നു? റിവേഴ്സ് ബയസ് ആവുന്നു. അപ്പോൾ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ട് കിട്ടുന്നു. ലീനിയർ റിലേഷൻ. ഇവിടുത്തെ വോൾട്ടേജ് 5 വോൾട്ടേജ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എവിടത്തോളാണ് ഡയോഡ് ഫോർവേഡ് ബയസായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് പൊസിഷൻ വരെ ഡയോഡ് ഫോർവേഡ് ബയസായി നിൽക്കുന്നു, അപ്പോൾ അതുവരെ നമ്മൾ എന്താണ്? ആ ഒരു സെൽ പൊട്ടൻഷ്യലും ഡയോഡ് ഡ്രോപ്പും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. അതിനുശേഷം ഡയോഡ് ഡയോഡ് റിവേഴ്സ് ബയസ് ആകുന്ന സമയത്ത് ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ അഗെയിൻ അടുത്തത് നമ്മൾ വേറൊരു ക്ലിപ്പറാണ്. സോ ഇതിൽ ഡയോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തത് നോക്കാം. ഇവിടെ സെല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഡയോഡ് ഈ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ക്ലിപ്പറായിട്ടാണ് ആക്ട് ചെയ്യുക. നെഗറ്റീവ് ക്ലിപ്പറായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് നെഗറ്റീവ് പോർഷൻ ഇതാണ് നമ്മുടെ വേവ് ഫോം എങ്കിൽ നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളൊരു -2.4 വോൾട്ടേജിൽ ഇതിനെ ബയസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിനെ റിവേഴ്സ് ബയസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക? 2.4 വോൾട്ടേജ് വരെ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. സോ ഇവിടുത്തെ വോൾട്ടേജിനേക്കാൾ ഈ -2.4നേക്കാൾ കുറവ് വോൾട്ടേജ് ഇവിടെ എത്തിയാൽ മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുള്ളൂ. അതുവരെ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐഡിയൽ കേസ് പറയുകയാണെങ്കിൽ -2.4 വോൾട്ടേജ് വരെ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ടിന്റെ -2.4 അല്ലെങ്കിൽ ഐഡിയൽ കേസ് ആണ് ഞാൻ പറയുന്നത്. ഇത്രയും പോർഷനിൽ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. അതിനുശേഷം ഡയോഡ് ഇത് മോർ നെഗറ്റീവ് വരുന്ന സമയത്ത് ഡയോഡ് എന്താവും? ഫോർവേഡ് ബയസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഇത് ഷോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. നമുക്ക് ഈ സെല്ലിന്റെ വോൾട്ടേജ് ആണ് നമുക്ക് കൂടുതലും കിട്ടുക അല്ലേ. ഡയോഡിന്റെ ഡ്രോപ്പ് കൂടി ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ 2.4 + 0.6 എന്നുള്ള രീതിയിലാണ് കിട്ടുക. ദാറ്റ് മീൻസ് 3 വോൾട്ട്. ഇവിടെ നമുക്ക് കിട്ടുക 3 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെയാണ് വരിക.
ഇത് ഓവർലാപ്പ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാത്തത്. സോ ഇങ്ങനെയാണ് വരിക. അതായത് പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് കിട്ടും, നെഗറ്റീവ് പാർട്ടിൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ ഓക്കെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതാണ് നമ്മുടെ വേവ് ഫോം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. സോ ലീനിയർ റിലേഷൻ, ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. 5 വോൾട്ടേജ് അല്ലേ, ലീനിയർ റിലേഷൻ 5 5. ഓക്കെ, സോ എവിടത്തോളം ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്ട് അപ് ടു ഈ പോയിന്റ് വരെ അല്ലേ, അപ് ടു ഈ പോയിന്റ് വരെ ഡയോഡ് റിവേഴ്സ് ബയസ് ആയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ്, ഇവിടെ ഈ പോയിന്റ് വരെ ഡയോഡ് എന്താവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ലീനിയർ റിലേഷൻ കീപ്പ് ചെയ്യും. ദെൻ അതിനുശേഷം എന്താണ്, ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നു. ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക, 3 വോൾട്ട് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 3 വോൾട്ടേജ്. ഈ ലെവലിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലേ, 3 വോൾട്ടേജ്. സോ 3 വോൾട്ടേജിൽ ഇങ്ങനെയാണ് നമുക്ക് വേവ് ഫോം കിട്ടുക, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുക. അതായത് ഇങ്ങനെ ഉണ്ടാവും. എക്സാക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ -5 വോൾട്ടേജിൽ 2 വോൾട്ടേജ്, ഈ പോയിന്റ് എത്തുന്ന സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്നു. ആ സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആയിട്ട് കിട്ടും. ഇവിടെ 5 വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ബയാസ്ഡ് ക്ലിപ്പർ. ഓക്കെ, ബയാസ്ഡ് ക്ലിപ്പർ ആണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ 2 ക്ലിപ്പേഴ്സ് ഉണ്ട് അല്ലേ. ഇതിനെ നമ്മൾ കോമ്പിനേഷൻ ക്ലിപ്പർ അഥവാ ഡബിൾ ക്ലിപ്പർ എന്ന് പറയും, ഡബിൾ ക്ലിപ്പർ. ഓക്കെ, സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഒരേ രീതിയിലാണ് നമ്മുടെ ഡയോഡും സെല്ലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ നോക്കാം, ഇതെന്താണ്, ഈ ഒരു ക്ലിപ്പർ എന്താണ്, ഏത് പാർട്ടാണ് കട്ട് ചെയ്യുക, ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണ് അല്ലേ. ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണ് വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് അറ്റ് 2.4 വോൾട്ടേജ്. അപ്പൊ ഇതെന്താണ് സംഭവിക്കുക, ഇങ്ങനെ ഇത് മാത്രമാണെങ്കിൽ എന്താ സംഭവിക്കുക, പോസിറ്റീവ് ക്ലിപ്പർ ആണ്, അപ്പൊ ഇങ്ങനെ വരും അല്ലേ. ദെൻ ഇതോ, ഇത് നെഗറ്റീവ് ക്ലിപ്പർ ആണ് വിത്ത് ക്ലിപ്പിംഗ് ലെവൽ അറ്റ് -2.4. അപ്പൊ ഇതെന്തായിരുന്നു, ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ, ശരിയല്ലേ. ഇവിടെ 3 വോൾട്ടേജ്, ഐഡിയൽ കേസ് അല്ല, പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ 3 വോൾട്ടേജ്, ഇവിടെ 3 വോൾട്ടേജ്. അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും ക്ലബ് ചെയ്ത് എന്താ വരിക, ഇവിടെ പോസിറ്റീവ് അല്ലേ. സോ ഈ രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ അതാണ് ഇവിടെ കാണുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് ഈ രീതിയിലാണ് കിട്ടുക. ഓക്കെ, സോ ഡബിൾ സൈഡ് ക്ലിപ്പർ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ. ഇതിൻ്റെ നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ നോക്കാം, നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് അപ് ടു 3 വോൾട്ടേജ് വരെ, പോസിറ്റീവ് 3 വോൾട്ട് വരെ എന്താണ്, ലീനിയർ റിലേഷൻ ആണ്. then അതിനുശേഷം കോൺസ്റ്റന്റ് ആയിട്ട് 3 വോൾട്ടേജ് കിട്ടും. ദെൻ നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ അപ് ടു -3 വരെ കോൺസ്റ്റന്റ് ആണ്. ദെൻ അതിനുശേഷം അപ് ടു -3 വരെ ലീനിയർ ആണ്, അതിനുശേഷം
കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുക. നമുക്ക് നോക്കാം. സോ ഇതാണ് നോക്കാം, ഈ ഒരു പോർഷൻ വരെ ഡയോഡ് ലീനിയർ പ്രോപ്പർട്ടി കാണിക്കും. ഡയോഡല്ല, ഐ മീൻ സർക്യൂട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ ലീനിയർ റിലേഷൻ ആണ്. ദെൻ അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നു. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇത് സെൽ പൊട്ടൻഷ്യലും വോൾട്ടേജ് ഡ്രോപ്പ്, ഡയോഡിന്റെ ഡ്രോപ്പും കൂടി കൂട്ടിയിട്ടാണ് വരിക. ഓക്കെ, സോ ഇതാണ് കോമ്പിനേഷൻ ക്ലിപ്പർ അഥവാ ഡബിൾ ക്ലിപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് സ്ലൈസർ എന്ന് പറയും. സ്ലൈസർ, ഓക്കെ, സ്ലൈസർ അതായത് രണ്ടും മുകളിലത്തെ ഭാഗം തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് പാർട്ട് കട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ അതേപോലെ തന്നെ ബയാസ്ഡ് വോൾട്ടേജ് എന്താണെന്ന് നോക്കുക, ഇവിടുത്തെ എന്താണെന്ന് നോക്കുക. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ ആറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേരത്തെ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത്, അതിന് പകരം ക്ലിപ്പിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്റിലേക്ക് മാറ്റി. ഓക്കെ, പോസിറ്റീവ് 2.4 ആക്കി. നേരത്തെ നമ്മൾ -2.4 ആയിരുന്നു, അതിന് പകരം ഈ വോൾട്ടേജ് ലെവൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ -2.4 ആക്കി. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുക. ഓക്കെ, സോ ഇതാണ് സ്ലൈസറിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വരച്ച് നോക്കൂ. എങ്ങനെയാണ് വരയ്ക്കുക? ഇതാണ് നമ്മൾ ഒറിജിനെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആകെ നമുക്ക് 2.4 വോൾട്ടേജ് മുതൽ 3.4 വോൾട്ടേജ്, അതായത് ഐഡിയൽ കേസ് ആണ് പറയുന്നത്. 2.4 to 3.4 മാത്രമേ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആകാത്തൊരു കേസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം ലീനിയർ റിലേഷനും ബാക്കി സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക. ഇല്ല, ശരിയല്ല? നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ വേവ് ഫോം. സോ ഇത്രയും പോർഷനിൽ ദെൻ അതിനുശേഷം ലീനിയർ റിലേഷൻ, ദെൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇതാണ് സ്ലൈസറിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് വരയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ. എപ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്നത്, എപ്പോഴാണ് ഡയോഡ് റിവേഴ്സ് ബയസ് ആകുന്നത്, അത് നോക്കിയിട്ട് നമ്മൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ വേവ് ഫോം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പല സർക്യൂട്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, അതായത് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് പോസിറ്റീവ് ലെവലാണെന്നിരിക്കുക. ഓക്കെ, പോസിറ്റീവ് ആണെന്നിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വേവ് ഫോം വരയ്ക്കുക. ഇതാണ് ഇൻപുട്ട് വേവ് ഫോം, നമ്മളിങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് പോസിറ്റീവ് ആണെന്നിരിക്കുക. അപ്പോൾ സപ്പോസ് 3 വോൾട്ടേജ് ആണെന്നിരിക്കുക. അപ്പോൾ 3 വോൾട്ടേജിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ക്ലിപ്പറാണ്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കേസിൽ പോസിറ്റീവ് വെറും ബയാസിംഗ് ഒന്നും ഇല്ല എങ്കിൽ ഈ പോസിറ്റീവ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോകും. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ബയാസിംഗ് ഉണ്ടെന്നാണ്. ദാറ്റ് മീൻസ് ഈ നമ്മൾ ലെവൽ മാർക്ക് ചെയ്തതിന് മുകളിലുള്ള പോർഷൻസ് ഒക്കെ കട്ടായി പോകും. ഓക്കെ, ഇതിങ്ങനെ കട്ടായി പോകും. കാരണം പോസിറ്റീവ് ക്ലിപ്പർ അല്ലേ, അപ്പോൾ പോസിറ്റീവ് പാർട്ടാണ് പോവുക. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ ആയതുകൊണ്ട് തന്നെ ഈ പോർഷൻ കട്ടായി പോകും. അപ്പോൾ ഇനി നമ്മൾ
പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളിവിടെ 3 വോൾട്ടേജ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ, ക്ലിപ്പിംഗ് ലെവലറ്റ് +3 വോൾട്ടേജ് ആണെന്ന് ഇരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസിൽ ഇവിടെ നമ്മൾ 3 വോൾട്ടേജ് കാണിക്കുക. അതായത് ഇങ്ങനെ കാണിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ കട്ട് ചെയ്തിരിക്കുന്ന പോർഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടൊരു വോൾട്ടേജ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക ഇങ്ങനെയാണ്. എന്താണ്? പോസിറ്റീവ് ഈ രീതിയിലാണ് കിട്ടുക. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. പോസിറ്റീവ് ക്ലിപ്പർ തന്നെ ക്ലിപ്പിംഗ് വോൾട്ടേജും നെഗറ്റീവ് ആണെന്ന് പറയുന്നു. ക്ലിപ്പിംഗ് വോൾട്ടേജ് എന്നത് നെഗറ്റീവ്, ഇത് -3 വോൾട്ട് ആണെന്ന് ഇരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, -3 ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ ആണല്ലോ, അപ്പോൾ ഏത് പോർഷനാണ് കട്ടായി പോവുക? പോസിറ്റീവ് പോർഷൻ ആകുമ്പോൾ ഇത്രയും പോർഷനാണ് കട്ടായി പോവുക. ഇത്രയും പോർഷൻ കട്ടായി പോകും. നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇത്രയും പോർഷനിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ്, അതിനുശേഷം ഇൻപുട്ട് ഫോളോ ചെയ്യുന്നു, ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും കിട്ടുക. ഇപ്പൊ നമുക്ക് ഈ രീതിയിലാണ് വേവ് ഫോം കിട്ടുക. ഓക്കെ, അതായത് പോസിറ്റീവ് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ള എഫക്റ്റ്. ഇനി നോക്കുക നിങ്ങൾ, ഞാൻ വേറൊരു സർക്യൂട്ട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് നെഗറ്റീവ് ആണെന്ന് ഇരിക്കുക. അപ്പോൾ നമ്മൾ -3 വോൾട്ട്, ഞാൻ 3 തന്നെയാണ് എടുത്തിരിക്കുന്നത്, 3 വോൾട്ടേജിൽ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പർ ആണ്. അപ്പോൾ നമ്മൾ ഏത് പോർഷനാണ് കട്ടായി പോവുക? നെഗറ്റീവ് പാർട്ടാണ് അല്ലേ, നെഗറ്റീവ് പാർട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോർഷനാണ്? ഈ പോർഷനാണ് കട്ടായി പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? പോസിറ്റീവ് പാർട്ട് എല്ലാം തന്നെ ഉണ്ടാവും, നെഗറ്റീവ് പാർട്ട് കട്ടായി പോകും. അപ്പോൾ എന്ത് കിട്ടും? ഇതേപോലെയുള്ള ഒരു വേവ് ഫോം ആണ് കിട്ടുക. അല്ലേ, ശരിയല്ലേ? അതായത് ഈ പോർഷൻ കട്ടായി പോകും, നമുക്ക് ഇങ്ങനെയുള്ള ഒരു വേവ് ഫോം കിട്ടും. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഈ പാർട്ട് കട്ടായി, ഇവിടെയാണെങ്കിൽ ഈ പാർട്ട് കട്ടായി. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇതിപ്പം അടുത്തത് നോക്കുക. നെഗറ്റീവ് ക്ലിപ്പർ നമ്മൾ ക്ലിപ്പിംഗ് വോൾട്ടേജ് പോസിറ്റീവ് ആക്കി കൊടുക്കുന്നേക്കുക. നെഗറ്റീവ് ക്ലിപ്പർ ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. നെഗറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് നെഗറ്റീവ് എടുത്തു എന്നായിരിക്കുക. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് എടുത്തു, നെഗറ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ക്ലിപ്പറാണ്? നെഗറ്റീവ് ക്ലിപ്പറാണ്. അപ്പം നെഗറ്റീവ് സൈഡാണ് പോവുക അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പോർഷൻസ് ഒക്കെ കട്ടാവും. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക ഇവിടുന്ന് ഇതേപോലുള്ള വേവ് ഫോം ആണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്ലിപ്പറിൻ്റെ വേവ് ഫോം വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു വേവ് ഫോം
നമ്മൾ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നോക്കാം ഇത് ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. സോ ഇതൊരു വേവ് ഫോം ആണെങ്കിൽ ഓക്കെ, പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് പോസിറ്റീവ് 3 വോൾട്ട് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. സോ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് +3 വോൾട്ട് ആണെങ്കിൽ ഈ പോർഷൻസ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരയ്ക്കും. അപ്പോൾ ഈ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക വേവ് ഫോം. ഇങ്ങനെയാണ് വരിക. ഇവിടെ 3 വോൾട്ടേജ്. ഓക്കെ, ഇതേ സാധനം നമ്മൾ -3 വോൾട്ടേജിലാണ്, പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് -3 ആണെങ്കിൽ നമ്മൾ ഇവിടത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ക്ലിപ്പിംഗ് വോൾട്ടേജ് -3 വോൾട്ട് ആണെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ ആണ്. അപ്പം ഇതിന് മുകളിലുള്ള ഈ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിന് മുകളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും കട്ടായി പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിട്ടുക. ശരിയല്ല? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം വരിക. സോ ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആകുന്നത്, ഡയോഡ് എപ്പോഴാണ് റിവേഴ്സ് ബയസ് ആകുന്നത്, ഈ കേസുകളാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.